അങ്ങനെ കനാലിനും ഹാർബറിനൊക്കെ ശേഷം നമ്മൾ ലാസ്റ്റ് എക്സിറ്റിലോട്ടായിരുന്നു പോയത്. ഇതൊരുപാട് യുണീക്ക് തിങ്സ് ഉള്ള ഒരു പാർക്കാണ്. ഇത് തന്നെ കണ്ടില്ലേ, ഇതൊരു വിഷിംഗ് വെല്ലാണ്. അപ്പം നമുക്കിതിൽ കോയിൻസ് ഒക്കെ ഇട്ട് ആഗ്രഹം പറയാം. വെള്ളം കോരണ പോലെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞതാണ്, ഞാൻ അഭിനയിച്ച് തകർത്ത് കൊടുത്തു. ഒരു പഴയ കാറ്, ഒരുപാട് തണ്ണിമത്തൻ, പിന്നെ ഈ കാല് മാത്രമുള്ള 3 മനുഷ്യന്മാർ, എന്തൊക്കെയായിരുന്നു. പിന്നെ ഇവൻ്റെ പോസ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ എന്താണ്, അങ്ങനെ പലതും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നടന്നപ്പോഴാണ് നമ്മൾ പ്രോമിസ് ബ്രിഡ്ജ് കണ്ടത്. കപ്പിൾസൊക്കെ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവരുടെ പേരെഴുതിയ ലോക്ക് ഈ ബ്രിഡ്ജിന് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ കീ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അത് അൺബ്രേക്കബിൾ ലവിൻ്റെയൊക്കെ ജസ്റ്ററായി ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഖുറാനിക് പാർക്കിലോട്ട് പോയി. അവിടെ ഈ പാം ട്രീയിൽ ഡേറ്റ്സ് കണ്ടപ്പോൾ തൊട്ടേ അത് വേണമെന്ന് ഞാൻ വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചാടിയെങ്കിലും അതിൻ്റെ കയ്യെത്താ ദൂരത്തായിരുന്നു. പിന്നെ അമ്മ തന്നെ കളത്തിൽ ഇറങ്ങേണ്ടി വന്നു അതിൻ്റെ കയ്യിലൊന്ന് കിട്ടാൻ. ഇത്ര കഷ്ടപ്പെട്ട് പറിച്ച സാധനമാണെങ്കിൽ വായിൽ വെക്കാൻ പറ്റാത്ത ടേസ്റ്റ്. പിന്നെ ഈ ഒരു സംഭവമാണ് ഖുറാനിക് പാർക്കിൻ്റെ ഹൈലൈറ്റ്. ഈ വെള്ളത്തിൻ്റെ നടുവേ കൂടി നടക്കാൻ പറ്റുന്ന സെറ്റപ്പ്. ഇത് നല്ലൊരു ക്യാമറ ആംഗിളിൽ നിന്നൊക്കെ എടുത്താൽ നമ്മൾ വെള്ളത്തിലൂടെ നടക്കണ പോലെ ഉണ്ടാവും. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ ഖുറാനിക് പാർക്കും. പിന്നെ ഞാൻ മുഴുവൻ നടക്കാനൊന്നും നിന്നില്ല, അമ്മാതിരി വെയിലായിരുന്നു. സോ ഓക്കെ, ബൈ.